ചോറ്റാനിക്കരയിൽ പോക്സോ കേസ് ഇരയെ വീടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സുഹൃത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ ബലാത്സംഗത്തിനും വധശ്രമത്തിനും പോലീസ് കേസെടുത്തു. പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, പെൺകുട്ടി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തന്നെ തുടരുന്നു. അതേസമയം സുഹൃത്തിന്റെ അറസ്റ്റും ഇപ്പോൾ രേഖപ്പെടുത്തി എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഇനിയിപ്പോൾ തുടരാനുള്ള അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള ഇന്നത്തെ നടപടികൾ, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും? അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ സുഹൃത്തിനെതിരായിട്ടുള്ള എന്തൊക്കെ തെളിവുകളാണുള്ളത്? കളദാസ് സൂചിപ്പിച്ചതുപോലെ ഈ ദുരൂഹത നിറഞ്ഞ ഒരു കേസിൽ ഒരു നിർണായക വഴിത്തിരിവ് അല്ലെങ്കിൽ നിർണായക ഉത്തരം കിട്ടിയെന്ന് വേണം പറയാൻ. പ്രതി അനൂപ്, തലയോലപ്പറമ്പ് സ്വദേശി പ്രതി അനൂപാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാവിലെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലിന്റെ അല്ലെങ്കിൽ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വധശ്രമമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. വളരെ ക്രൂരമായ രീതിയിലാണ് ഈ യുവതിക്ക് അല്ലെങ്കിൽ ഈ 19-കാരിക്ക് മർദ്ദനമേറ്റിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, സംശയത്തിന്റെ പുറത്തിലാണ്. എന്താണ് കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ സംശയത്തിന്റെ പുറത്തിലാണ് ഇയാൾ അല്ലെങ്കിൽ ഈ പ്രതി ഈ 19 വയസ്സുകാരിയെ ഉപദ്രവിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു സുഹൃത്തുമായി സംസാരിക്കുന്നതിൽ സംശയം തോന്നിയാണ് ശനിയാഴ്ച രാത്രി 11 മണിയോടെ വീട്ടിലെത്തുകയും ഈ യുവതി അല്ലെങ്കിൽ ഈ 19-കാരിയും ഉപദ്രവിക്കുകയും ചെയ്തത്. ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതി ഈ കുട്ടിയെ ഉപദ്രവിച്ചു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ശ്രദ്ധിക്കുകയാണ്, ഇതിൽ മനം നൊന്ത് കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊരു സംഭവം കൂടി ഉന്നയിക്കുന്നുണ്ട്. അതാവാം കാരണം എന്നതുകൂടെ പറയുന്നുണ്ട്. എന്നാൽ ബോധരഹിതയായി കുട്ടി ബോധാവസ്ഥയിലെത്തിയും ഈ കുട്ടിയെ മർദ്ദിച്ച് അവശ നിലയിലാക്കിയ ശേഷം ഈ പ്രതി കടന്നു കളയുമ്പോഴും പ്രതി വിശ്വസിച്ചത് ഈ കുട്ടി മരിച്ചു എന്ന് തന്നെയാണ് കരുതുക. അവൾ മരിച്ചു എന്ന് കരുതിയാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് ആ പോലീസിനോട് പ്രതി പറഞ്ഞിരിക്കുന്നത്. ഒരു രക്ഷപ്പെടലായിരുന്നു ആ പ്രതി അവിടെ നിന്ന് ശ്രമിച്ചത്. അവൾ മരിച്ചു, അതിൽ നിന്നും രക്ഷപ്പെട്ടോടാന്നത്. പക്ഷെ അവൾ ജീവനോടുണ്ട്. അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ്. വെന്റിലേറ്ററിന്റെ സൗകര്യത്തോടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അനൂപിന്റെ അറസ്റ്റ് എന്തായാലും നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഫോറൻസിക് സംഘത്തിന്റെ ഒരു ഫലം കൂടി വന്നതിന് ശേഷമാണ് ഈ കേസിൽ അല്ലെങ്കിൽ ഈ ദുരൂഹത നിറഞ്ഞ കേസിൽ കൂടുതൽ നിർണായകമായ സ്ഥിരീകരണങ്ങൾ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. എന്നാലും മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ ഈ കുട്ടിക്ക് 19-കാരി തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ മരിച്ചു എന്ന് കരുതിയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്നാണ് പറയുന്നത്. വധശ്രമമാണ് ചുമത്തിയിരിക്കുന്നത്. പലതവണയും ഇതേപോലെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട്, ദേഹോപദ്രവം ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ 2021 പോക്സോ കേസിൽ അല്ലെങ്കിൽ പോക്സോക്ക് ഇരയായ ഒരു കുട്ടി കൂടിയാണ് ഈ 19-കാരി എന്ന് വേണം പറയേണ്ടത്. അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രതിക്ക് ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസ് ഇത്രയും ശക്തമായതും അതുകൊണ്ട് തന്നെയാണ് എന്ന് വേണം പറയാൻ. കാരണം ഒരു നീണ്ട മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഏറ്റവും നിർണായകമായ സംഭവം. അതോടൊപ്പം തന്നെ വധശ്രമം ചുമത്തിയിരിക്കുന്നു എന്ന് വേണം എടുത്തു പറയേണ്ടത്. മറ്റൊരു സുഹൃത്തുമായി ഈ കുട്ടിക്ക് ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നത് ഈ പ്രതിക്ക് ഇഷ്ടമല്ല. അതിനാൽ തന്നെ പലപ്പോഴായി ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതേ സംഭവത്തെ ചൊല്ലി തന്നെയാണ് ശനിയാഴ്ച 11 മണിക്ക് വീട്ടിലെത്തി കുട്ടിയെ ആക്രമിക്കുകയും ചെയ്തത്. ഇതേ സംഭവത്തെ ചൊല്ലിയാണ് മറ്റൊരാളുമായി സംസാരിക്കുന്നത്. മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 19-കാരിയെ അവശ്യ നിലയിലാക്കിയത്. അർത്ഥനഗ്നയാക്കി റൂമിൽ കിടപ്പുമുറിയിൽ കിടത്തിയതിനു ശേഷം കഴുത്തിൽ ഷാളുകൊണ്ട് വലിച്ച് മുറുകി കെട്ടുകയായിരുന്നു. പലതവണ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പ്രതി തലയോലപ്പറമ്പ് സ്വദേശി അനൂപ് വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത്, ശ്വാസം മുട്ടിച്ച് അബോധാവസ്ഥയിൽ അവൾ ബോധരഹിതയായപ്പോൾ അവൾ മരിച്ചു എന്ന് കരുതിയെന്ന് തന്നെയാണ് അനൂപ് പറയുന്നത്. പക്ഷെ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി തന്നെ 19 വയസ്സുകാരി തുടരുന്നുണ്ട്. കാളിദാസ്, തീർച്ചയായും എന്തായാലും അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും നിരവധി നടപടികൾ ബാക്കിയുണ്ട്. ഇനിയും വരും ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് മൊഴിയെടുപ്പും അതേപോലെ തന്നെ ഇപ്പോൾ പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും നടപടികൾ ഒരുപാടുണ്ട്. അതേസമയം തന്നെ ദുരൂഹത ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സുഹൃത്ത് തന്നെയാണോ എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ അന്വേഷണം ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുകയും കൂടുതൽ സ്ഥിരീകരണങ്ങളിലേക്കൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് കടക്കാൻ സാധിക്കും എന്ന് തന്നെ കരുതാം. രേണുക രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം ഈ ഒരു